നമസ്കാരം. ഒരു സമയത്ത് എല്ലാവരെ കുറിച്ച് ചോദിച്ചാലും ആരെക്കുറിച്ച് അന്വേഷിച്ചാലും അവരൊക്കെ കാനഡയിൽ പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ കാനഡയിലെത്തിയ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ വർദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോൾ കാനഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാണ് ട്രോളുകളിൽ പോലും നിറയുന്നത്. ഇതിനിടയിൽ സ്റ്റഡി പെർമിറ്റ്, വിസ, മറ്റ് വിദ്യാഭ്യാസ രേഖകൾ തുടങ്ങിയവ വീണ്ടും സമർപ്പിക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടെത്തിയിരിക്കുകയാണ് കാനഡ ഗവൺമെന്റ്. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയാണ് വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശവുമായി തന്നെ ഇപ്പോൾ എല്ലാവരിലേക്കും എത്തിച്ച് മെയിൽ അയച്ചത്. IRCC അവരുടെ ഫാസ്റ്റ് ട്രാക്ക് സ്റ്റഡി വിസ പ്രോഗ്രാം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇത് ആശങ്കയിലാക്കിയിരിക്കുകയാണ് എന്നുകൂടി പറയണം. കഴിഞ്ഞ ആഴ്ച പഞ്ചാബിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരം ഇമെയിലുകൾ ലഭിച്ചിരുന്നു. ചിലരോട് നേരിട്ട് IRCC ഓഫീസുകളിൽ എത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സമീപ വർഷങ്ങളിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് കാനഡയിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും ഇന്ത്യൻ വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞേ മതിയാകൂ. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് കാനഡയിലാണ് എന്നാണ് പറയുന്നത്. 4.2 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കാനഡയിൽ പഠിക്കുന്നത്. 3.3 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി അമേരിക്കയാണ് തൊട്ടു പിന്നിൽ. സംഭവത്തിൽ കൂടുതൽ വിശദീകരണം നൽകണമെന്ന് വിദ്യാർത്ഥികൾ IRCCയോട് ആവശ്യപ്പെട്ടു. അതേസമയം IRCCയുടെ നിർദ്ദേശങ്ങൾ പിന്തുടരാനാണ് വാഗ്ദാന നിർദ്ദേശവും. ഇമിഗ്രേഷൻ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2023 മെയ് വരെ 10 ലക്ഷത്തിലധികം തന്നെ വിദേശ വിദ്യാർത്ഥികളാണ് കാനഡയിലുള്ളത്. ഇതിൽ 3,96,235 പേർ 2023 അവസാനത്തോടെ തൊഴിൽ പെർമിറ്റ് നേടിയിട്ടുണ്ട്. എന്നാൽ വിസ കാലാവധി അവസാനിക്കുന്നതിന്റെയും കുടിയേറ്റ നയം കർശനമാക്കിയതിന്റെയും ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. സിഖ് വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറിനെയാണ് കൊലപ്പെടുത്തിയതിന് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് സെപ്റ്റംബർ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ കാനഡ പുറത്തെടുത്തിരുന്നു. ഇതിന് മറുപടിയായി തന്നെ ഇന്ത്യയിൽ കനേഡിയൻ ഉദ്യോഗസ്ഥരെയും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഈ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഇതും ഒരു പ്രധാന കാരണം തന്നെയാണ്. അടുത്ത വർഷത്തിന്റെ അവസാനത്തോടെ 7 ലക്ഷം വിദേശ വിദ്യാർത്ഥികൾ കാനഡ വിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കാനഡയിൽ 50 ലക്ഷം താൽക്കാലിക പെർമിറ്റുകൾ കാലാവധി അടുത്ത വർഷം അവസാനിക്കുന്നു. ഇതിൽ 7,66,000 എണ്ണം വിദേശ വിദ്യാർത്ഥികളുടേതാണ്. താൽക്കാലിക പെർമിറ്റുകളുടെ കാലാവധി അവസാനിക്കുന്നതിനാൽ എത്തിയ ഭൂരിഭാഗം ആളുകളും സ്വമേധയാ രാജ്യം വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കനേഡിയൻ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ കോമൺസ് ഇമിഗ്രേഷൻ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വിസ കാലാവധിയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ അന്വേഷിക്കാനും പരിഹാരം കണ്ടെത്താനും കാനഡ ബോർഡർ സർവീസസ് ഏജൻസി ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും മാർക്ക് മില്ലർ വ്യക്തമാക്കി. എന്നാൽ വിസ കാലാവധി അവസാനിക്കുന്നത് എല്ലാവരും രാജ്യത്ത് നിന്ന് പോകേണ്ടതില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിലർക്ക് വിസ പുതുക്കാനും മറ്റു ചിലർക്ക് തൊഴിൽ പെർമിറ്റ് നേടാനും അവസരമുണ്ട് എന്നും മില്ലർ പറഞ്ഞു. സാധാരണയായി 9 മാസം മുതൽ 3 വർഷം വരെയാണ് പെർമിറ്റുകൾ നൽകി വരുന്നത്. വിദേശ വിദ്യാർത്ഥികൾക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള തൊഴിൽ പരിചയം നേടാൻ ഇതിലൂടെ സാധിക്കുന്നു. ഈ വർഷം ഓഗസ്റ്റ് മുതൽ തന്നെ പഞ്ചാബിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കാനഡയിൽ നയമാറ്റത്തിൽ പ്രതിഷേധം സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. തങ്ങളെ രാജ്യത്തെ തുടരാൻ അനുവദിക്കണമെന്നുമായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷയാണ് കാനഡയിൽ എത്തിയതെന്നും സമരക്കാരുടെ വാദം. ഇമിഗ്രേഷൻ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2023 മെയ് വരെ പറഞ്ഞ 10 ലക്ഷത്തിലധികം തന്നെ വിദേശ വിദ്യാർത്ഥികൾ കാനഡയിലുണ്ട്. ഇതിന്റെ കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ വളരെയധികം എല്ലാവർക്കും മനസ്സിലാകും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേരുണ്ടെന്ന്. അതിൽ തന്നെ 3 ലക്ഷം പേരൊക്കെ തന്നെ പുറത്താവുക എന്നും അതിൽ കൂടുതൽ ആൾക്കാർ തന്നെ പുറത്താക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അത് വളരെയധികം സങ്കടമായ കാര്യം തന്നെയാണ്. വിസ കാലാവധി അവസാനിക്കുന്നതിന്റെയും കുടിയേറ്റ നയം കർശന നയമാക്കിയതിന്റെ ആശങ്കയിലുമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ.